ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എടത്വയാണുള്ളത്. അങ്ങ് ഉള്ളിൽ കുട്ടനാട് വരെ ഒന്നും പോകണ്ട. ഹരിപ്പാട് നിന്ന് 11 കിലോമീറ്റർ മാത്രമേ ഈ മങ്കൊട്ടിച്ചിറ ഷാപ്പിലേക്കുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ക്യാബിനുകളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് മഞ്ഞക്കൂരിയുടെ കറിയാണ്, പന്നിയുണ്ട്, പള്ളത്തി വറുത്തതുണ്ട്, ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് ഞാൻ കഴിക്കുമ്പോൾ പറയാം എന്താന്ന്. കപ്പ, കാച്ചിൽ, ചേമ്പ്. എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ കപ്പയെന്ന് തന്നെ തുടങ്ങാം. കപ്പയും ശകലം കപ്പ എടുത്തിട്ട് ഈ ചാറുമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാര്യം എല്ലാ ഷാപ്പിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്ന പോലെ ഈ ഒരു ചാറിൻ്റെ ടേസ്റ്റ് അത് വേറെ ഒരു ഹോട്ടലിലും കിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പുളിയും എല്ലാം പിടിച്ചൊരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടത്തില്ല. നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തുനിന്ന് ഒന്ന് പിച്ച് കഴിച്ചു നോക്കാം. മഞ്ഞക്കൂരി ഒരു ശകലം മുള്ളൊക്കെ ഉള്ള ഒരു മീനാണ്. ഒരു മീനിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ ഈ ഒരു ഏരിയ കുട്ടനാട് ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാച്ചിലും ചേമ്പും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാര്യം എനിക്ക് പേഴ്സണലി കാച്ചിലും ചേമ്പും അത്രയ്ക്ക് ഇഷ്ടമാണ്. നമുക്ക് ഈ കാച്ചിലൊന്ന് തിന്നു നോക്കാം. കാച്ചിലും മീൻചാറുമായിട്ട് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. കാച്ചിലിന്റെയും ചേമ്പിന്റെയും ഒന്നും ടേസ്റ്റിനെ പറ്റി ഞാൻ പറയുന്നത് തന്നെ അതൊരു മോശമായിരിക്കും. കാര്യം എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു സാധനമാണ് കാച്ചില് ചേമ്പൊക്കെ അല്ലേ. ചേമ്പ് കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. എന്തായാലും രണ്ടും കപ്പയും കാച്ചിലും നമ്മൾ മീൻകറിയിലല്ലേ, ഇത് പോർക്കുമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോർക്കും ചേമ്പും എനിക്കൊന്ന് ചേമ്പിനെക്കാളും ടേസ്റ്റ് പോർക്കിന് തോന്നുന്നു കേട്ടോ. സാധാരണ അങ്ങനെ വരുന്നതല്ല. നല്ല അടിപൊളി പോർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ശകലം ചേമ്പ് മാത്രം, ചേമ്പിന്റെ ടേസ്റ്റ് കൂടെ അറിയണമല്ലോ. കൊള്ളാം. നമുക്ക് പള്ളത്തി വറുത്തത്. പള്ളത്തിയൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ നമ്മുടെയൊക്കെ നാട്ടിലും ഈ പറയുന്ന തോടുകളിൽ ഇത് ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അന്നേ പള്ളത്തി വറുത്തതൊക്കെ എൻ്റെ ബന്ധു വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഒരു പൊടിക്ക് ഉപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അതങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമുക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന്. ഞാൻ അങ്ങനെ പറയാൻ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇത് നോർമലി എല്ലാ ഹോട്ടലിലല്ല, മിക്കവാറും ഹോട്ടൽസിലും ഷാപ്പുകളിലും എല്ലാം കിട്ടുന്ന ഒരു വിഭവമാണ്. ഇത് മുയലിറച്ചിയാണ്. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരിനോട് തന്നെ ഒരു ഇതുണ്ടല്ലോ, ഹംഗ്രി റാബിറ്റ്. അതുകൊണ്ട് ഇത് മുയലാണ്. മുയൽ മാത്രമായിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
നമ്മൾ എവിടെയോ ടേസ്റ്റ് ചെയ്ത ഒരു എന്തോ നേരത്തെ കഴിച്ചിട്ടുള്ള എന്തോ ഒരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. കൊള്ളാം കേട്ടോ, ഒന്നുകൊണ്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഇതിനകത്ത് എല്ല് കുറേ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. എന്തായാലും 2 അപ്പവും എന്തെങ്കിലും ഒരു ഡിഷ് കൂടെ ഞാൻ ഇനി ഓർഡർ ചെയ്യുമെന്ന് തോന്നുന്നു. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എന്തായാലും ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മൾ 2 അപ്പം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പത്തിന് എന്തായാലും രണ്ടാമതൊരു കറി കൂടെ ഞാൻ പറയുന്നില്ല, കാര്യം വയറ് നല്ലപോലെ നിറഞ്ഞു. കുറച്ച് പോർക്ക് ബാക്കി ഇരിപ്പുണ്ട്. നമുക്ക് ഈ പോർക്കിനെ ഒന്ന് തട്ടിയിട്ട് ഈ അപ്പം ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം എന്ന് പറഞ്ഞിട്ട് ദോശ കൊണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ. ഈ വീഡിയോ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മുഴുവനും ഒറ്റ സ്ട്രെച്ചിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെതായ പോരായ്മകൾ വീഡിയോയ്ക്കുണ്ട്. അത് അടുത്ത വീഡിയോയിൽ റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്ന സീനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.